ഉത്തര മലബാറിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് അലാമിക്കളി. നമുക്ക് ഇക്കുറി അലാമിക്കളിയുടെ കഥാപരിസരം ഒന്ന് തേടിപ്പോകാം. ദേഹം മുഴുവൻ കരിതേച്ച് അവിടെവിടെ അരിമാവിൻ പുള്ളി കുത്തി മുട്ടുമറയാത്ത തോർത്തുമുണ്ടും അതിനെ ചുറ്റി അരമണിയും പൂക്കൾ തുന്നിയ പായത്തൊപ്പിയും ധരിച്ച് കാരക്കോലുകൾ കൊട്ടിയും തുടി കൊട്ടിയും പ്രത്യേക താളത്തിൽ ചുവടുവെച്ച് ജസോ ജായ്മാൻ പാടി വരുന്നവരാണ് അലാമികൾ. ജസോ ജായ്മാൻ എന്നാൽ യാ ഹുസൈൻ യാ ഹസൈൻ എന്നാണത്രേ അർത്ഥം. അലാമികളുടെ ഉത്ഭവത്തെപ്പറ്റിയുള്ള ഐതിഹ്യം ഈ കലാരൂപത്തിൻ്റെ ഭയാനക രൂപത്തിൻ്റെ കാരണം ചൂണ്ടിക്കാട്ടുന്നു. മുസ്ലിം ചരിത്രത്തിലെ അവിസ്മരണീയമായ അധ്യായമാണ് കർബല യുദ്ധം. അനീതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു കർബലയിൽ നടന്നത്. യസീദി എന്ന ഏകാധിപതിയുടെ ദുർഭരണത്തിനെതിരായി സത്യവിശ്വാസികൾ നടത്തിയ യുദ്ധമാണത്. കർബല യുദ്ധത്തിൽ സത്യവിശ്വാസികൾക്ക് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് നബിയുടെ മകളുടെ ഇരട്ടക്കുട്ടികളായ ഹസൈൻ, ഹുസൈൻ എന്നിവരാണ്. യുദ്ധത്തിൽ ശത്രു സൈന്യങ്ങൾ കരിവേഷങ്ങൾ ധരിച്ച് ഹസൈൻ്റെയും ഹുസൈൻ്റെയും കുട്ടികളെ ഭയപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്നതാണ് അലാമി വേഷങ്ങൾ. യുദ്ധം കൊടുമ്പിരി കൊണ്ട അവസരങ്ങളിൽ ദാഹം കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ യസീദിയുടെ സൈന്യം ഹുസൈനും കൂട്ടർക്കും ദാഹജലം നിഷേധിക്കുകയും കിണറിന് ചുറ്റും അഗ്നികുണ്ഡങ്ങൾ ഉയർത്തുകയും ചെയ്തുവത്രേ. ഇതിനെ ആസ്പദമാക്കിയാണ് അലാമി വേഷങ്ങളുടെ സമാപന ചടങ്ങുകളിലെ മുഖ്യമായ അഗ്നികുണ്ഡം തീർക്കലും തീക്കനലുകളിൽ വീണുരുളലും മറ്റും. കർബല യുദ്ധത്തെ അനുസ്മരിക്കുന്നതും യുദ്ധത്തിൽ രക്തസാക്ഷിയായവരെ ബഹുമാനിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ ആഘോഷങ്ങൾ. കർബല യുദ്ധത്തിൽ ഹസൈൻ, ഹുസൈൻ എന്നിവരുടെ ശരീരഭാഗങ്ങൾ ശത്രുക്കൾ ഛേദിക്കുകയുണ്ടായി. ഇതിനെ അനുസ്മരിക്കുന്നതാണ് അലാമി വേഷങ്ങളുടെ കേന്ദ്രബിന്ദുവായ വെള്ളിക്കരങ്ങൾ. വെള്ളിക്കരങ്ങൾക്ക് മറ്റൊരു കഥ കൂടിയുണ്ട്. ഹിന്ദുക്കളിൽ ചിലർ കലാരൂപത്തെ മഹാവിഷ്ണുവിൻ്റെ കരങ്ങളായി കരുതി ആരാധിക്കുന്നു. ഒരിക്കൽ കടലിൽ പൊങ്ങി വന്ന മഹാവിഷ്ണുവിൻ്റെ രൂപം കടലിൽ താഴ്ന്നുകൊണ്ടിരിക്കെ ഓരോ വിഭാഗം ആളുകളും വന്ന് ദർശിച്ചു. അവസാനം വന്നത് സാഹിബുമാരാണെന്നും അവർ വിഷ്ണുവിൻ്റെ പാണികൾ മാത്രം ദർശിച്ചു എന്നും അതിനാലാണ് കൈരൂപത്തെ ആസ്പദമാക്കിയുള്ള ചടങ്ങുകൾ ഉണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഉത്തമ നിദർശനമായിരുന്നു അലാമി വേഷങ്ങൾ. മുസ്ലിം പള്ളികളായിരുന്നു അലാമി വേഷക്കാരുടെ താവളമെങ്കിലും ഹിന്ദുക്കളായിരുന്നു വേഷക്കാർ. അയ്യപ്പ ഭക്തന്മാരെ പോലെ മദ്യവും മാംസവും ഉപേക്ഷിച്ച് വ്രതമെടുത്ത് നേർച്ചയായാണ് അലാമികൾ വേഷം ചെയ്യുന്നത്. മുഹറം 1 ഫക്കീർ സാഹിബിൻ്റെ വീട്ടിൽ നിന്ന് കൈരൂപം പ്രത്യേക പ്രാർത്ഥനയോടുകൂടി കോട്ടച്ചേരിയിലുള്ള അലാമി പള്ളിയിലെത്തിക്കും. രോഗശമനത്തിനും ആത്മസാക്ഷാത്കാരത്തിനുമായി നേർച്ച നേർന്നവർ ലിംഗപ്രായഭേദമന്യേ അലാമി പള്ളിയിലെത്തി അവിടെ വെച്ച് വെള്ളിക്കൈരൂപം ദർശിച്ച് 1.5 പണം കാണിക്കയായി വെക്കുന്നു. തീർത്ഥമായി ഫക്കീറിൽ നിന്ന് നാട വാങ്ങുന്നു. അലാമികൾ കഴുത്തിലോ കൈകളിലോ അണിയുന്ന പ്രത്യേക ചരടാണ് നാട. നാട വാങ്ങലോടുകൂടി അലാമികൾ രൂപം കൊള്ളുന്നു. വേഷം കെട്ടി 5-6 അംഗങ്ങളുള്ള സംഘങ്ങളായി നാട്ടിലേക്കിറങ്ങുന്നു. തോളിൽ തുണി കൊണ്ടുള്ള മാറാപ്പും കയ്യിൽ ഓടുകൊണ്ടുള്ള മുരുടയും ഉണ്ടായിരിക്കും. ഊരു ചുറ്റുന്നതിനിടയിൽ വഴിയിൽ കാണുന്ന ചെമ്പകത്തിൻ്റെയും മറ്റും കൊമ്പുകൾ അലാമികൾ കൊത്തിയിടുന്നു. തിരിച്ചു പോരുമ്പോൾ ഈ കമ്പുകളോട് കൂടിയാണ് അലാമികൾ പള്ളിയിലെത്തുന്നത്. കഴിഞ്ഞ വർഷം ചെപ്പിൽ അടച്ചു വെച്ച തീ ഉപയോഗിച്ച് ഈ പച്ചവിറകുകളിൽ അഗ്നികുണ്ഡമൊരുക്കുന്നു. കത്തുവാൻ പ്രയാസമുള്ള ഈ മരങ്ങൾ അഗ്നികുണ്ഡമായി ജ്വലിക്കുന്നത് ശക്തിവിശേഷമായി അലാമികൾ വിശ്വസിക്കുന്നു. മുഹറം 1-ാം തീയതി ആരംഭിക്കുന്ന വേഷങ്ങളുടെ സമാപന ചടങ്ങുകൾ നടക്കുന്നത് മുഹറം 10-നാണ്. ഈ ദിനം 10-ാം നിലാവ് എന്നറിയപ്പെടുന്നു. ഈ ദിവസം അലാമി വേഷധാരികളും വ്രതമനുഷ്ഠിക്കുവാൻ നേർച്ച നേർന്ന സ്ത്രീകളും അലാമി പള്ളിയിലെത്തുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ അഗ്നികുണ്ഡം അവിടെ എരിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു വർഷത്തെ അഗ്നികുണ്ഡത്തിൽ നിന്നും തീക്കനൽ ചെപ്പിലാക്കി ചാരക്കൂമ്പാരത്തിൽ നിക്ഷേപിക്കുന്നു. അടുത്ത വർഷം അഗ്നികുണ്ഡം ഒരുക്കാനുള്ള തീ ഈ ചെപ്പിൽ നിന്നാണത്രേ എടുക്കാറ്. ഫക്കീർ കുടുംബത്തിലെ അവകാശികൾ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇരുകരങ്ങളിലും നിറയെ കനലുകൾ വാരി കൈകൾ ഉയർത്തി ദീർഘനേരം ദുആ നടത്തുന്നു. ശേഷം കൈകളിലെ കനൽക്കട്ടയും അതിൽ തന്നെ നിക്ഷേപിക്കുന്നു.
അലാമികളും സഹായികളും പ്രാർത്ഥനയ്ക്ക് ശേഷം നിക്ഷേപിച്ച കനൽക്കട്ടകളെ അഗ്നികുണ്ഡത്തിലെ കനലുകളുമായി ചേർത്തിളക്കുന്നു. തുടർന്ന് അതിൽ നിന്നും ചുറ്റുപാടും കോരി വിതറിയ കനലുകളിലൂടെ വ്രതമനുഷ്ഠിച്ച സ്ത്രീകൾ തലയിൽ നിറകുടവും ധരിച്ച് അഗ്നികുണ്ഡത്തിന് അരികിലിരിക്കുന്നു. ഫക്കീർ സാഹിബ് അവരുടെ തലയിൽ തീ കോരിയിടുന്നു. പിന്നെ മയിൽപ്പീലി കൊണ്ട് തീ നീക്കം ചെയ്യുന്നു. രാത്രി ആരംഭിച്ച് ചടങ്ങ് പുലരും വരെ തുടരുന്നു. ചടങ്ങുമായി ബന്ധപ്പെട്ട് ആർക്കും തന്നെ അഗ്നി കൊണ്ട് പൊള്ളലുകൾ ഏൽക്കാറില്ലത്രേ. പുലർച്ചയ്ക്ക് ശേഷം ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് വെള്ളിക്കരങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലത്തുനിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള അരയിപ്പുഴയിൽ ചെന്ന് സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തി കൈരൂപങ്ങൾ ഫക്കീർ കുടുംബത്തിൽ കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരും പിരിയുന്നു. അലാമി വേഷങ്ങളുടെ ഭാഗമായ വിഗ്രഹാരാധന, അഗ്നിപ്രദക്ഷിണം, എഴുന്നള്ളിപ്പ് എന്നിവ അനിസ്ലാമികമായതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ കലാരൂപം അകലാൻ തുടങ്ങി. കൂടാതെ അലാമി വേഷക്കാർക്ക് വീടുകളിൽ നിന്ന് ഇളനീരുകളും മറ്റും ഇഷ്ടം പോലെ പറിക്കാൻ തടസ്സമുണ്ടായിരുന്നില്ല. ഇവർ അത് ദുരുപയോഗം ചെയ്തതോടെ ഈ കലാരൂപം ജനങ്ങളിൽ നിന്നും അകലാൻ തുടങ്ങി. 1963 നാട് നീങ്ങിയ ഈ കലാരൂപത്തിൻ്റെ ഓർമ്മകളായി അലാമി പള്ളി, ചിത്താരിക്കോട്ട, മംഗലാപുരത്തെ ബി അലാമി റോഡ് എന്നിവ ഇന്നും നിലനിൽക്കുന്നു. ഉത്തര മലബാറിൽ നാടൻ കലാരൂപം എന്ന നിലയിൽ ചില സ്ഥലങ്ങളിലെങ്കിലും ഈ കലാരൂപം അവതരിപ്പിക്കുന്നവർ ഇപ്പോഴുമുണ്ട് എന്നത് ഇത് മൺമറയാതെ നിലനിൽക്കും എന്നുള്ള വിശ്വാസം നിലനിർത്താൻ സാധിക്കുന്നു.